സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആശ്വാസമായത് കുടുംബശ്രീയുടെ ഇലക്ഷൻ കഫേ. കാസർഗോഡ് ജില്ലയിലെ 1146 പോളിംഗ് ബൂത്തുകളിലും കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തിയ ഭക്ഷണ വിതരണത്തിലൂടെ 20,69,412 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. സംസ്ഥാനത്ത് വോട്ട് നില 80% കടന്ന മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും. 44 മണ്ഡലങ്ങളിലാണ് സംസ്ഥാനത്താകെ വോട്ട് നില 80% കടന്നത്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തെ അമ്പിത്തടി ഗേറുകെട്ടെ റോഡരികിലെ തോട് രോഗഭീതി ഉയർത്തുന്നു. സാമൂഹ്യ വിരുദ്ധർ തോടിലേക്ക് മാലിന്യം തള്ളുന്നതിനെ തുടർന്ന് തോട് വലിയൊരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ്. നിർധന കുടുംബത്തിന് ഒരു സ്നേഹവീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. രാജപുരം സെന്റ് പൈസ് 10th കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഏച്ചിക്കാനം അത്തിക്കോത്തെ ലീലയ്ക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ കാടും നാടും അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമായി ബന്ദർക്ക 20 വേദികൾ പിന്നിട്ടു. ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് രഹാൻ സ്പോർട്സ് ലൈൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ 19 വയസ്സിൽ താഴെയുള്ള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചാണ് രഹാൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആശ്വാസമായത് കുടുംബശ്രീയുടെ ഇലക്ഷൻ കഫേ. കാസർഗോഡ് ജില്ലയിലെ 1146 പോളിംഗ് ബൂത്തുകളിലും കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തിയ ഭക്ഷണ വിതരണത്തിലൂടെ 20,69,412 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നത്. ജില്ലയിലുടനീളമുള്ള 324 കഫേ യൂണിറ്റുകളെയാണ് ഭക്ഷണ വിതരണത്തിനായി സജ്ജമാക്കിയത്. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ലഘുഭക്ഷണം എന്നിവ യാതൊരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് ഓരോ ബൂത്തുകളിലും എത്തിക്കുവാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരുന്നു കുടുംബശ്രീയുടെ പ്രവർത്തനം. പ്ലാസ്റ്റിക് കവറുകളോ ഡിസ്പോസിബിൾ പാത്രങ്ങളോ ഉപയോഗിക്കാതെ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ഭക്ഷണം വിളമ്പിയതും പാക്ക് ചെയ്തതും ശ്രദ്ധേയമായി. വലിയ തോതിലുള്ള മാലിന്യ ഉൽപ്പാദനം ഒഴിവാക്കുവാൻ സാധിച്ചത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടി. വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്ത കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞ് അവ തിരികെ സ്വീകരിക്കുന്ന 2 പ്രധാന കളക്ഷൻ സെന്ററുകളിലും കുടുംബശ്രീ പ്രവർത്തകർ സജീവമായിരുന്നു. 324 കഫേ യൂണിറ്റുകളിലെ അംഗങ്ങൾ അഹോരാത്രം പണിയെടുത്താണ് 10,000 ആളുകൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കിയത്. കഠിനാധ്വാനത്തിന് ലഭിച്ച ഈ വലിയ വിറ്റുവരവ് ജില്ലാ മിഷനും യൂണിറ്റ് അംഗങ്ങൾക്കും പുതിയ ആവേശമാണ് പകരുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു വലിയ ശൃംഖലയെ ഏകോപിപ്പിക്കുവാൻ സാധിച്ചത് കുടുംബശ്രീയുടെ സംഘാടക മികവിന് തെളിവായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് വോട്ട് നില 80% കടന്ന മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും. 44 മണ്ഡലങ്ങളിലാണ് സംസ്ഥാനത്താകെ വോട്ട് നില 80% കടന്നത്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനമാണിത്. ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ് മഞ്ചേശ്വരത്തെ വോട്ട് നില 80% കടക്കുവാൻ ഇടയാക്കിയത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന നേമം, പാലക്കാട് എന്നിവിടങ്ങളിലും വോട്ട് നില 80% മുകളിലുണ്ട്. ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 80% പോളിംഗ് നടന്നത് 44 മണ്ഡലങ്ങളിലാണ്. കോഴിക്കോട് ജില്ലയാണ് ഇതിൽ മുന്നിൽ. ഇവിടെ 10 വോട്ട് നില 80%-ൽ കൂടുതലാണ്. കുന്ദമംഗലത്താണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം. 84.83% ഇവിടത്തെ വോട്ട് നില. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇടുക്കി, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ ഒരു മണ്ഡലത്തിലും വോട്ട് നില 80%-ലെത്താത്തത് ശ്രദ്ധേയമാണ്.
81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനമാണിത്. സാധാരണയായി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കേണ്ട പോളിംഗ് നടപടികൾ മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രാത്രി 8:15 വരെ നീണ്ടു. ഒസബെട്ടു, കടപ്പുറം, വർക്കാടി, ബക്രവൈലു, കുഞ്ചത്തൂർ, തുമിനാട് ഭാഗങ്ങളിലെ ബൂത്തുകളിൽ വൈകുന്നേരത്തിന് ശേഷവും വോട്ടർമാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 6 മണിക്ക് മുൻപായി വരിയിൽ നിന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുവാൻ അവസരം നൽകിയതോടെ തുടർച്ചയായി 13.5 മണിക്കൂറോളമാണ് പോളിംഗ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് തിരക്കിനെ കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്നത്. 2011 75.21% BJP വെറും 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ട 2016 76.33%, 2021 77.77% പോളിംഗ്. എന്നാൽ ഇത്തവണ അത് 81% മുകളിലെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഉയർന്ന പോളിംഗ് മണ്ഡലത്തിൽ മാറ്റത്തിന്റെ സൂചനയാണോ അതോ നിലവിലുള്ള പ്രതിനിധിക്കുള്ള ജനപിന്തുണയാണോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. അതിർത്തി മണ്ഡലമായ മഞ്ചേശ്വരത്തെ ഈ റെക്കോർഡ് പോളിംഗ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം ആരെ തുണയ്ക്കുമെന്നറിയുവാൻ ഫലപ്രഖ്യാപന ദിനം വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ അമ്പിത്തടി ഗേറുകെട്ടെ റോഡരികിലെ തോട് രോഗഭീതി ഉയർത്തുന്നു. സാമൂഹ്യ വിരുദ്ധർ തോടിലേക്ക് മാലിന്യം തള്ളുന്നതിനെ തുടർന്ന് തോട് വലിയൊരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ്. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു ഫലം ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. അധികൃതരുടെ കടുത്ത അവഗണനയെ തുടർന്നാണ് മഞ്ചേശ്വരത്തെ അമ്പിത്തടി ഗേറുകെട്ടെ റോഡ് രോഗഭീതിയുടെ നിഴലിലായിരിക്കുന്നത്. റോഡരികിലെ തോട് ഇപ്പോൾ ഒരു പ്രധാന മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സാമൂഹിക വിരുദ്ധർ മാലിന്യങ്ങൾ വലിയ രീതിയിലാണ് ഈ തോടിലേക്ക് തള്ളുന്നത്. മുൻപ് വീട്ടുമാലിന്യങ്ങൾ മാത്രം കണ്ടിരുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ അപകടകരമായ രീതിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ പോലും വ്യാപകമായി തള്ളുന്നുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന വാഹനങ്ങളിലാണ് പ്രധാനമായും മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നത്. അമ്പിത്താടി റോഡ് നിലവിൽ ഒരു അനധികൃത ഡംപിംഗ് യാർഡായി മാറിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കാലവർഷം ആരംഭിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തോടിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ മഴവെള്ളത്തിനൊപ്പം ഒലിച്ചുപോയി വീടുകളിലെത്തുവാൻ സാധ്യത ഏറെയാണ്. കൂടാതെ ഈ മലിനജലം സമീപത്തെ പൊതു കിണറുകളിലേക്കും കലരുന്നത് ഗ്രാമത്തിൽ വലിയ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമാകും. കിണറിലെ വെള്ളം വിഷമയമായതിനു ശേഷമാണോ ഇനി അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുകയെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണെന്നും ഉടനടി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഇത് തള്ളുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും വേണമെന്നും അല്ലാത്തപക്ഷം സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. അടിയന്തിരമായി അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യം ഗുരുതരമായ ഭീഷണിയിലാകും. ഈ സാഹചര്യത്തിൽ അധികൃതർ ഇനിയെങ്കിലും ഉറക്കമുണരുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ കാടും നാടും അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമായി ബന്ദർക 20 വേദികൾ പിന്നിട്ടു. കാടകങ്ങളിലേക്കുള്ള മനുഷ്യാധിനിവേശം ജീവിവർഗങ്ങളെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന പാരിസ്ഥിതിക സാമൂഹിക ചിന്ത വിളംബരം ചെയ്യുന്ന ഏകപാത്ര നാടകമാണ് ബന്ദർക. ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ കാടും നാടും അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമായി ബന്ദർക 20 വേദികൾ പിന്നിട്ടു. കാടകങ്ങളിലേക്കുള്ള മനുഷ്യാധിനിവേശം ജീവിവർഗങ്ങളെ നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന പാരിസ്ഥിതിക സാമൂഹിക ചിന്ത വിളംബരം ചെയ്യുന്ന ഏകപാത്ര നാടകമാണ് ബന്ദർക. ഒരു കുരങ്ങന്റെ ആത്മസംഘർഷങ്ങളിലൂടെ ചിരിക്കും ചിന്തയ്ക്കും അവസരമൊരുക്കി രംഗപാഠം ചമച്ച നാടകത്തിൽ മൊട്ടൂസ് എന്ന നവമാധ്യമങ്ങളിൽ പ്രശസ്തി നേടിയ ദേവരാജാണ് തന്റെ അഭിനയ സിദ്ധിയിലൂടെ പ്രേക്ഷകന്റെ ഉള്ളുലയ്ക്കുന്നത്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത മനുഷ്യന്റെ അധിനിവേശ ത്വരയ്ക്കൊപ്പം തളച്ചിടപ്പെടുന്ന ബാല്യത്തിന്റെ അനാഥത്വവും ഈ നാടകം പറയാതെ പറയുന്നുണ്ട്.
കക്കാട്ട് വെച്ച് നടന്ന സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമത്തിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ട് 20 വേദികൾ പിന്നിട്ടതിന്റെ സന്തോഷം പങ്കുവച്ച് മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രഭാഷകൻ വത്സൻ പിലിക്കോട്, എഴുത്തുകാരൻ പ്രകാശൻ കരിവെള്ളൂർ, മാധ്യമപ്രവർത്തകരായ വിനോദ് ആലന്തട്ട, സുകേഷ് ചോയ്യങ്കോട് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. വിജീഷ് കാരി രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ സംഗീത നിയന്ത്രണം ദേവരാജിന്റെ മാതാവായ റീജ രാജേഷാണ്. അധ്യാപക സംഘടനാ നേതാവും സാംസ്കാരിക പ്രവർത്തകനും അട്ടിങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മടിക്കൈ കക്കാട്ട് ഡോക്ടർ KV രാജേഷ്, റീജ രാജേഷ് ദമ്പതികളുടെ മകനാണ് മൊട്ടൂസ് എന്ന ദേവരാജ്. മേക്കാട്ട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഉജ്ജ്വല ബാല്യം പുരസ്കാരം, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രശംസ എന്നിവ സ്വന്തമാക്കിയ ഈ കലാകാര പ്രതിഭ കുടുംബശ്രീയുടെ ലിയോറ സംസ്ഥാന കോൺക്ലേവിൽ മോഡറേറ്ററായി പങ്കെടുത്തിട്ടുണ്ട്. നാടക സംവിധായകൻ വിജേഷ് കാരി, ഓടപ്പഴം പുരസ്കാര ജേതാക്കൾ നാടൻപാട്ട് കലാകാരന്മാരായ പ്രവീൺ പുങ്ങോട്, സജിത് തുരുത്തി, കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് സ്മിത മടിക്കി എന്നിവരെ അനുമോദിച്ചു. ഹോസ്റ്റർ BRC BPC സനൽ വെള്ളുവ, BRC പ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ, സജീഷ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ച് അനുമോദിച്ചു. കുഞ്ഞികൃഷ്ണൻ മടിക്കൈ, ഗിജിന, മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. C സുരേഷൻ സ്വാഗതവും OV പവിത്രൻ നന്ദിയും പറഞ്ഞു. 100 വേദികൾ പിന്നിടുകയാണ് നാടകം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് രഹാൻ സ്പോർട്സ് ലൈൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ 19 വയസ്സിൽ താഴെയുള്ള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചാണ് രഹാൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത്. കാസർഗോഡിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന രഹാൻ സ്പോർട്സ് ലൈൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി. കഴിഞ്ഞ മത്സരങ്ങളിലെ ഓൾറൗണ്ട് മികവാണ് രഹാന് നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വാതിൽ തുറന്നത്. 19 വയസ്സിൽ താഴെയുള്ള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തകർപ്പൻ പ്രകടനമാണ് രഹാൻ കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷം കണ്ണൂരിനെതിരെ വെടിക്കെട്ട് സെഞ്ചുറി നേടിയ രഹാൻ ഇപ്രാവശ്യം കണ്ണൂരിനെതിരെ 5 പടുകൂറ്റൻ സിക്സറുകളും 8 ഫോറുകളും ഉൾപ്പെടെ 84 റൺസാണ് അടിച്ചുകൂട്ടിയത്. മൊത്തം ടൂർണമെന്റിൽ 12 വിക്കറ്റുകളാണ് രഹാൻ ബൗളിങ്ങിലൂടെ കരസ്ഥമാക്കിയത്. മലപ്പുറത്തിനെതിരെയും കോഴിക്കോടിനെതിരെയും വയനാടിനെതിരെയും രഹാൻ വളരെ മികച്ച ഓൾറൗണ്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഏപ്രിൽ 8-ാം തീയതി കാസർഗോഡ് മാന്യ KCA സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന അണ്ടർ 23 വാം അപ്പ് മാച്ചിൽ 101 പന്തിൽ നിന്നും 151 റൺസാണ് രഹാൻ നേടിയത്. ഈ സീസണിലെ രഹാന്റെ 5ാം സെഞ്ചുറിയാണിത്. 15 ഫോറുകളും 8 സിക്സറുകളും ഉൾപ്പെടെയാണ് രഹാൻ 151 എന്ന കൂറ്റൻ സ്കോർ അടിച്ചുകൂട്ടിയത്. രഹാനെ കൂടാതെ സഹതാരമായ മുഹമ്മദ് ഫസൽ ഖൈസും നോർത്ത് സോൺ ടീമിൽ ഇടം നേടി. സമീപകാലത്തെ കാസർഗോഡൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രതിഭയാണ് രഹാൻ സ്പോർട്സ് ലൈൻ. കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഫോം നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നതാണ് രഹാന്റെ പ്രത്യേകത. മുൻ ക്രിക്കറ്റ് താരവും സ്പോർട്സ് ലൈൻ ട്രോഫി മാളിന്റെ ഉടമയുമായ നാച്ചു സ്പോർട്സ് ലൈന്റെയും ആയിഷത്ത് ഫമിനയുടെയും മകനാണ് രഹാൻ. പിതാവിന്റെ പരിശീലനവും നിർദ്ദേശങ്ങളും പിന്നെ കഠിനാധ്വാനവുമാണ് രഹാനെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ കരുത്തനാക്കുന്നത്. ഓരോ കളിമൈതാനങ്ങളിലും രഹാൻ കാഴ്ചവെക്കുന്ന ഓൾറൗണ്ട് പ്രകടനങ്ങൾ ആവേശം നിറഞ്ഞതാണ്. ജില്ലാ ലീഗ് മത്സരത്തിൽ നാസ്ക് നായന്മാർ മൂലയുടെ താരം കൂടിയാണ് രഹാൻ സ്പോർട്സ് ലൈൻ. നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ രഹാനെയും ഒപ്പം ടീമിൽ ഇടം നേടിയ സഹതാരമായ മുഹമ്മദ് ഫസൽ ഖൈസിനെയും കാസർഗോഡ് ക്രിക്കറ്റ് അസോസിയേഷൻ അഭിനന്ദിക്കുകയും വിജയാശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭർത്താവും പ്രാപ്തരായ 2 ആൺമക്കളും തീർത്തും അപ്രതീക്ഷിതമായി വിട പറഞ്ഞപ്പോൾ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ വൃദ്ധമാതാവിന് ഇനി മഴയും വെയിലും ഏൽക്കാതെ കഴിയാം. സുമനസ്സുകൾ കൈകോർത്തപ്പോൾ വൃദ്ധമാതാവിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ആറങ്ങാടി ഇമാം ഹാഫിൽ ഷെഫീഖ് റഹ്മാനി നിലാങ്കര അഹമ്മദ് കുഞ്ഞി ഹാജിക്ക് താക്കോൽ കൈമാറി. ഭർത്താവും പ്രാപ്തരായ 2 ആൺമക്കളും തീർത്തും അപ്രതീക്ഷിതമായി വിട പറഞ്ഞപ്പോൾ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ വൃദ്ധമാതാവിന് അവശേഷിക്കുന്ന കാലം മുഴുക്കെ ഇനി മഴയും വേനലും ഏൽക്കാതെ സുരക്ഷിതമായി കഴിയാം. ജീവിത സമ്പാദ്യമായി അവശേഷിച്ചിരുന്ന 2 സെന്റ് ഭൂമിയിലുണ്ടായിരുന്ന കൂര കഴിഞ്ഞ പെരുമഴക്കാലത്ത് നിലം പൊത്തിയതോടെ ആ മാതാവ് തീർത്തും പെരുവഴിയിലായിരുന്നു.
കർണാടകയിൽ വ്യാപാരിയായിരുന്ന ഏറ്റവും കുലീനമായ കുടുംബത്തിലെ അംഗമായിരുന്നു അവർ. അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ഉന്നത ഉദ്യോഗമുണ്ടായിരുന്ന മകൻ അർബുദമെന്ന മാരക രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് 35-ാം വയസ്സിൽ യാത്രയായി. വ്യാപാരിയായിരുന്ന മറ്റൊരു മകനും മരണപ്പെട്ടു. ഇതോടെ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ ഉമ്മയ്ക്ക് മറ്റു ബന്ധുക്കളും പരിസരവാസികളുമായിരുന്നു തുണ. എന്നാൽ കിടപ്പാടം കൂടി നഷ്ടപ്പെട്ടതോടെ അവരുടെ ജീവിതം ദുരിതപൂർണമായി. വിവരമറിഞ്ഞ് സുമനസ്സുകൾ ചേർന്ന ആ മാതാവിന് ഏറെ മനോഹരമായ ഭവനം നിർമ്മിച്ചു നൽകി. അവശേഷിക്കുന്ന നാളുകളിൽ അവർക്ക് ഇനി മഴയും വേനലുമില്ലാതെ കഴിയാം. ആറങ്ങാടി നിലാങ്കരയിൽ പുതുതായി നിർമ്മിച്ച വീടിന് സമീപം നടന്ന ലളിതമായ ചടങ്ങിൽ ആറങ്ങാടി ഇമാം ഹാഫിൾ ഷെഫീഖ് റഹ്മാനി നിലാങ്കര അഹമ്മദ് കുഞ്ഞി ഹാജിക്ക് താക്കോൽ കൈമാറി. ബഷീർ ആറങ്ങാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, തായൽ അബ്ദുറഹ്മാൻ ഹാജി, A ഹമീദ് ഹാജി, സുരൂർ മൊയ്തു ഹാജി, സൗദി അബൂബക്കർ ഹാജി, CK റഹ്മത്തുള്ള, T അബൂബക്കർ ഹാജി, ഗംഗാധരൻ കോവൽപ്പള്ളി, നഗരസഭാ കൌൺസിലർ ബിന്ദു പ്രകാശ്, ജമാഅത്ത് പ്രസിഡന്റ് MK റഷീദ്, വൈസ് പ്രസിഡന്റുമാരായ CH അബ്ദുൽ ഹമീദ് ഹാജി, T റംസാൻ, അർ-റഹ്മ സെന്റർ വൈസ് ചെയർമാൻ T ഖാദർ ഹാജി, കൺവീനർ ഇബ്രാഹിം പള്ളിക്കര, KM മുഹമ്മദ്, ഹക്കീം അട്ടേങ്ങാനം, അലങ്കാർ അബൂബക്കർ ഹാജി, M ഇബ്രാഹിം കുട്ടി, C മുഹമ്മദ് നിലാങ്കര എന്നിവർ സംബന്ധിച്ചു. മുത്തലിബ് കുളിയങ്കാട് സ്വാഗതവും M നാസർ ആറങ്ങാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മതസൗഹാർദ്ദത്തിന്റെ പെരുമ പകരുന്ന മഞ്ചേശ്വരം ഉദ്യാവര ശ്രീ അരസു മഞ്ജിഷ്ണാർ ക്ഷേത്രോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്ന ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. കഴിഞ്ഞ 800 വർഷത്തിലേറെയായി മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ഉദ്യാവര ശ്രീ അരസു മഞ്ജിഷ്ണാർ ക്ഷേത്രം. മതത്തിന്റെ വേർതിരിവുകൾ ജനങ്ങളെ തമ്മിലകറ്റുന്ന കാലത്ത് പ്രതീക്ഷയുടെ വെളിച്ചമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ഉദ്യാവര ശ്രീ അരസു മഞ്ജിഷ്ണാർ ക്ഷേത്രം. മതസൗഹാർദ്ദത്തിന്റെ പെരുമ പകരുന്ന ഈ ക്ഷേത്രത്തിന്റെ ഓരോ ചടങ്ങുകളും മതസാഹോദര്യത്തിന്റെ സന്ദേശങ്ങൾ പകർന്നു നൽകുന്നതാണ്. ക്ഷേത്രോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്ന ചടങ്ങ് മതമൈത്രിയുടെ സന്ദേശം പകർന്ന് ഭക്തിയുടെ നിറവിൽ നടന്നു. കുതികളം എന്ന പേരിലുള്ള ഈ ചടങ്ങ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ്. പരമ്പരാഗതമായി നടക്കുന്ന ഈ ചടങ്ങിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യാപാരിയിൽ നിന്നും വെളിച്ചപ്പാടന്മാർ നേരിട്ട് വെറ്റിലയും അടക്കയും വാങ്ങുന്നതാണ് പ്രധാന സവിശേഷത. ഉദ്യാവര 1000 ജമാഅത്ത് അംഗങ്ങളും ക്ഷേത്രത്തിലെ ബ്രഹ്മസഭയും ഇരുവശങ്ങളിലുമായി ഇരുന്നാണ് ഉത്സവ തീയതി നിശ്ചയിച്ചത്. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതമായി മനുഷ്യസ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ചടങ്ങിൽ ഇത്തവണയും നിശ്ചയിക്കപ്പെട്ട മുസ്ലിം വ്യാപാരിയായ TS സെയ്ദ് എന്നവരിൽ നിന്നാണ് വെളിച്ചപ്പാടന്മാരും സമുദായ പ്രമുഖരും വെറ്റിലയും അടക്കയും വാങ്ങിയത്. ചടങ്ങുകൾക്ക് സഞ്ജീവ ഷെട്ടി, കിരൺ ഷെട്ടി, തിമ്മ ഭണ്ഡാരി, ഉമേഷ് പൂമണ്ണ് തുടങ്ങി വിവിധ സമുദായങ്ങളിലെ പ്രമുഖർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ഭക്തിയുടെയും സൗഹൃദത്തിന്റെയും സംഗമവേദിയായി ഉദ്യാവര പ്രദേശം മാറും. മെയ് 9 ക്ഷേത്രോത്സവത്തിന് കൊടിയേറുക. മെയ് 11, 12 തീയതികളിൽ പ്രശസ്തമായ ബണ്ടി ഉത്സവം നടക്കും. വിഷുവിന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ക്ഷേത്ര ഭാരവാഹികൾ ഉദ്യാവരം 1000 ജമാഅത്ത് മുസ്ലിം പള്ളിയിലെത്തി ജമാഅത്ത് അംഗങ്ങളെ ഉത്സവത്തിലേക്ക് ക്ഷണിക്കും. സഹോദര ദൈവങ്ങൾ വാഴുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ്. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് വിഷു കൈനീട്ടം 2026 യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കുമുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് വിഷു കൈനീട്ടം 2026 യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരികളെ ചേർത്ത് പിടിക്കുക, അതാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. നമുക്ക് നമ്മുടെ മാവുങ്കാൽ 130ഓളം വ്യാപാരികളെ ഈ ആഘോഷമായ വിഷു വരാൻ പോകുന്ന 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് അന്നേ ദിവസത്തേക്ക് വേണ്ടുന്ന ഭക്ഷണത്തിന് ഒരു കിറ്റ് നൽകിക്കൊണ്ട് മുഴുവൻ വ്യാപാരികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വിഷു ആഘോഷിക്കാൻ
എല്ലാവരും ഒരുപോലെ നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്ന് ഇതുപോലെ ഒരു വിഷു കൈ നീട്ടം എന്ന രീതിയിൽ ഇവിടെ ഒരു സാധനങ്ങൾ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മാവുകാൽ യൂണിറ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരു യൂണിറ്റിലും ഇത്തരം ഒരു വിഷു കൈ നീട്ടം നൽകുന്നത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കില്ല. ആ വലിയൊരു തീരുമാനത്തിന് വലിയൊരു മനസ്സ് കാണിച്ച മാവുകാൽ യൂണിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജുഗേഷ് M സ്വാഗതവും യൂണിറ്റ് ട്രഷറർ രാജേഷ് TK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരളത്ത് വയൽ അരയാൽ കീഴിൽ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ വരവേൽപ്പും സാംസ്കാരിക സദസ്സും നടന്നു. ജീവിത കാലയളവിൽ ആർക്കെങ്കിലും തണലാകാൻ സാധിച്ചാൽ മാത്രമേ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ എന്ന പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ മലപ്പുറം അഭിപ്രായപ്പെട്ടു. പെരളത്ത് വയൽ അരയാൽ കീഴിൽ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ വരവേൽപ്പും സാംസ്കാരിക സദസ്സും നടന്നു. വൈകിട്ട് 5 മണിക്ക് മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും പൂർണ്ണ കുംഭത്തിന്റെയും അകമ്പടിയോടെ തന്ത്രി ശ്രീധരൻ വാരിക്കാട്ട് തായർക്ക് ആചാര്യ വരവേൽപ്പ് നൽകി. തുടർന്ന് വിവിധ പൂജകൾ നടത്തി. രാത്രി നടന്ന സാംസ്കാരിക സദസ്സിൽ പ്രമുഖ പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ മലപ്പുറം സാംസ്കാരിക പ്രഭാഷണം നടത്തി. ജീവിത കാലയളവിൽ ആർക്കെങ്കിലും തണലാകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഴയ തലമുറ ഉണ്ടാക്കിവെച്ച കാർഷിക സംസ്കൃതിയുടെ ഉൽപ്പന്നങ്ങളാണ് പുതുതലമുറ ഇന്ന് അനുഭവിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രകൃതിയിൽ നിന്ന് പച്ചപ്പും, ചുണ്ടിൽ നിന്ന് പുഞ്ചിരിയും, ഹൃദയത്തിൽ നിന്ന് പശിമയും, കണ്ണിൽ നിന്ന് ആർദ്രതയും എടുത്തറിയപ്പെടുന്ന ലോകത്തെ നമ്മൾ ഭയപ്പെടണമെന്ന് ഇന്ന് കൃഷ്ണേട്ടന്റെ വീട്ടിൽ നിന്ന് ശ്യാമള ചേച്ചി ഉണ്ടാക്കി തന്ന വളരെ മനോഹരമായ നെയ്പ്പത്തലും കറിയൊക്കെ കൂട്ടിയിട്ട് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആ സന്ധ്യാനേരത്ത് അവിടെ കവലയിൽ ഞാനവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണേട്ടൻ പഴയകാലത്തെ പൂർവ്വകാല കാർഷിക വൃത്തികളെ പറ്റിയൊക്കെ ഇങ്ങനെ അയവിറക്കുകയുണ്ടായി. ഇപ്പൊ നമ്മുടെയൊക്കെ കാർഷിക വൃത്തികൾ അല്ലേ, ഇപ്പൊ ഓരോ കൃഷി ഉൽപ്പന്നങ്ങളെ നമ്മൾ കാണുമ്പോഴും ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാഞ്ഞങ്ങാട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സുലഭമാണ്. പക്ഷെ അതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഇതര സംസ്ഥാനങ്ങളുടെ ബോർഡറുകൾ കടന്നു വരുന്ന സാധനങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഓണം വരുമ്പോ തന്നെ നമ്മൾ എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെ? ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട വാഹനത്തിന്റെ സീറ്റിൽ ഇരുന്നിട്ട് അതിന്റെ വളയം പിടിച്ചിട്ട്, മൈസൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട നല്ല ധോത്തി ഉടുത്തിട്ട്, ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട നല്ല പവിഴത്തിന്റെ അരി കൊണ്ട് ചോറ് വെച്ചിട്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട പുഷ്പങ്ങളെ കൊണ്ട് നല്ല പൂക്കളം ഒരുക്കിയിട്ട് നമ്മൾ പറയാണ് ഞാൻ ഐശ്വര്യമായിട്ട് ഓണം കഴിച്ചു അല്ലെ. സാംസ്കാരിക പ്രഭാഷണം ശ്രവിക്കാൻ ആചാരസ്ഥാനികരും പള്ളി കമ്മിറ്റി ഭാരവാഹികളും സദസ്സിന്റെ മുൻനിരയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PP ജനാർദ്ദനൻ നായർ അധ്യക്ഷത വഹിച്ചു. പുലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ഷീബ, സജിത, കുട്ടിയൻ കുന്നുമ്മൽ, T ഹരീഷ്, ഗൾഫ് കമ്മിറ്റി പ്രതിനിധി ബിജു വടക്കിനിയിൽ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രദേശത്തിന്റെ എല്ലാം ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാർഷിക സംസ്കാരത്തെ ഏറ്റവും മനോഹരമായിട്ട് അത്തരം സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണ് നമ്മളെല്ലാവരും അറിയാം. അതോടൊപ്പം തന്നെ ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കലകളും ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കേരളത്ത് അരിയാലൻ കീഴിലുള്ള ഈ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഒരമ്പലങ്ങളിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വന്നു ചേരാനും
ഒരു നോമ്പ് തുറയ്ക്ക് എല്ലാ ആളുകളെയും ക്ഷണിച്ച് ഇഫ്താർ സംഘടിപ്പിക്കാനും ഒരു ഈസ്റ്ററിന് എല്ലാ ആളുകളെയും കൂട്ടി ഓശാന ആഘോഷത്തിൽ പങ്കുചേരാനും പറ്റുന്ന ഒരു നാട് നമ്മുടെ നാടാണ്. പി മോഹൻദാസ് സ്വാഗതവും പി ബാലഗോപാലൻ നന്ദിയും പറഞ്ഞു. പ്രഭാഷണാനന്തരം പ്രഭാഷകൻ മുനീർ ഹുദവി വിലയിൽ മലപ്പുറത്തെ അഭിനന്ദിക്കാനും ആചാരസ്ഥാനികരും ശ്രോതാക്കളും ഒന്നിനൊന്ന് മത്സരിച്ചത് ഏറെ ശ്രദ്ധേയമായി. പരിപാടിയിൽ വെച്ച് പ്രഭാഷകൻ മുനീർ ഹുദവിയെയും ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി ജനാർദ്ദനൻ നായരെയും അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. ഏപ്രിൽ 12 ഞായറാഴ്ച രാവിലെ പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കും. 13 തിങ്കളാഴ്ച കളിയാട്ട മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്ര പ്രസിദ്ധമായ പുതിയകോട്ട മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കുവൈത്ത് പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഏപ്രിൽ 13 വരെയാണ് ചരിത്ര പ്രസിദ്ധമായ പുതിയകോട്ട മഖാം ഉറൂസ് നടക്കുന്നത്. പുതിയകോട്ട ജുമാ മസ്ജിദിൽ നിന്നും ജമാഅത്ത് ഭാരവാഹികളും ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളും മഹൽ നിവാസികളും പതാക വഹിച്ചുകൊണ്ട് മഖ്ബറയിലേക്ക് എത്തുകയും തുടർന്ന് കൂട്ടുപ്രാർത്ഥന നടത്തുകയും ചെയ്തു. തുടർന്ന് പതാക ഉയർത്തി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കുവൈത്താണ് പതാക ഉയർത്തിയത്. മഹൽ ഖത്തീബ് OP അബ്ദുള്ള സഖാഫി മഖ്ബറ സിയാറത്തിന് നേതൃത്വം നൽകി. ഉറൂസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ BA റഫീഖ്, ട്രഷറർ ബഷീർ അജ്വ, ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി പള്ളിവളപ്പിൽ, ജനറൽ സെക്രട്ടറി ഹംസ പുതിയകോട്ട, ജോയിന്റ് സെക്രട്ടറി കരീം കുശാൽ നഗർ, അബ്ദുള്ള പള്ളിവളപ്പിൽ, ഫൈസൽ പോളി തുടങ്ങിയവരും മഹൽ നിവാസികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എണ്ണപ്പാറ ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ എടൈമിന്ന തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. എണ്ണപ്പാറ ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ എടൈമിന്ന തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആശ്വാസമായത് കുടുംബശ്രീയുടെ ഇലക്ഷൻ കഫേ. കാസർഗോഡ് ജില്ലയിലെ 1146 പോളിംഗ് ബൂത്തുകളിലും കളക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തിയ ഭക്ഷണ വിതരണത്തിലൂടെ 20,69,412 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. സംസ്ഥാനത്ത് വോട്ട് നില 80% കടന്ന മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും. 44 മണ്ഡലങ്ങളിലാണ് സംസ്ഥാനത്താകെ വോട്ട് നില 80% കടന്നത്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തെ അമ്പിത്തടി ഗേറുകെട്ടെ റോഡരികിലെ തോട് രോഗഭീതി ഉയർത്തുന്നു. സാമൂഹ്യ വിരുദ്ധർ തോടിലേക്ക് മാലിന്യം തള്ളുന്നതിനെ തുടർന്ന് തോട് വലിയൊരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ്. നിർധന കുടുംബത്തിന് ഒരു സ്നേഹവീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. രാജപുരം സെന്റ് പൈസ് 10th കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഏച്ചിക്കാനം അത്തിക്കോത്തെ ലീലയ്ക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്.
ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ കാടും നാടും അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമായി ബന്ദർക 20 വേദികൾ പിന്നിട്ടു. ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് രഹാൻ സ്പോർട്സ് ലൈൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ 19 വയസ്സിൽ താഴെയുള്ള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചാണ് രഹാൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.